നമ്മൾ കാണുന്ന വാഹനം നമുക്ക് ലഭിക്കുന്ന സമയത്ത് ഈ വാഹനത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാഹനത്തിലുള്ള ഒരുവിധം എല്ലാ വാർണിംഗ് ലൈറ്റുകളും ആക്റ്റീവായിരുന്നു. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നോക്കാം എന്ത് വാർണിംഗ് ലൈറ്റാണ് ഇതിനകത്ത് കോഡുകളാണ് ഇതിനകത്ത് ആക്റ്റീവായിട്ടുള്ളത് നമുക്ക് ചെക്കാക്കാം. ഇപ്പോൾ ഫോൾട്ട് കോഡ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഫോൾട്ട് കോഡ് മെയിനായിട്ട് 3 കോഡാണ് കാണിക്കുന്നത്. U0129, U0146, P0193. അത് P0193 എന്നുള്ളത് റെയിൽ പ്രഷറിൻ്റെ സെൻസർ കംപ്ലൈൻ്റ് ആയിട്ടുള്ളതാണ്. ബാക്കി 2 കോഡുകളാണ്. U0129 എന്ന് പറഞ്ഞ കോഡ് ബ്രേക്ക് കൺട്രോൾ മൊഡ്യൂളിൻ്റെ കോഡാണ്. അത് കഴിഞ്ഞുള്ള അത് U0146 മെയിൻ മൊഡ്യൂളിനൊക്കെ എന്താണ് കമ്മ്യൂണിക്കേഷന് എറർ ഉണ്ടാകുമ്പോൾ വരുന്നൊരു കോഡാണ്. നമുക്ക് ഈ കോഡൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ക്ലിയർ ചെയ്തതിന് ശേഷം കോഡ് പോകണമെന്ന് ഇല്ല. ക്ലിയർ ചെയ്ത ശേഷം ആ കോഡ് വീണ്ടും ആക്റ്റീവായിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. അടുത്ത ഒരു കോഡ് റെയിൽ പ്രശ്നമില്ല, അത് പ്രശ്നമില്ല. ബാക്കിയുള്ള കോഡുകൾ എന്തുകൊണ്ടാണ് നമുക്ക് ചെക്കാക്കണം. നമുക്ക് U0129 എന്നുള്ള ബ്രേക്ക് മൊഡ്യൂളിൽ എന്താണ് ചെക്കാക്കി നോക്കാം. നമുക്ക് എന്താണെന്ന് നോക്കാം, ചെക്കാക്കി നോക്കാം. അത് ഞാൻ ട്രബിൾ ഷൂട്ട് കാണിച്ചു ഒന്ന് കാണാം. അത് ഈ വണ്ടി വന്നപ്പോൾ ഈ ബ്രേക്ക് മൊഡ്യൂളിൻ്റെ വയർ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മൾ കണക്ട് ചെയ്തപ്പോൾ അവസ്ഥയാണത്. വയർ കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മൊഡ്യൂൾ കണ്ടിന്യൂസ് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് U0146 മിക്കവാറും വന്നിട്ടുള്ള ഈ മൊഡ്യൂളിൻ്റെ കംപ്ലയിൻറ്റ് മൂലമാണ് വന്നിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത് എനിക്ക്. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ ഒരു വേറൊരു മൊഡ്യൂളുണ്ട്, ഈ UPSൻ്റെ മൊഡ്യൂൾ. ആ മൊഡ്യൂൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കോഡുകളെല്ലാം ക്ലിയർ ആകുമെന്ന് ചെക്കാക്കണം. അല്ല വല്ല വയറിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് ചെക്കാക്കണം. അതിനായിട്ട് എൻ്റെ പഴയൊരു മൊഡ്യൂൾ ഞാൻ ഇരിപ്പുണ്ട്. എന്നിട്ട് ഈ മൊഡ്യൂൾ കണക്റ്റ് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്കാൻ ചെയ്ത് നോക്കാം. കോഡുകളെല്ലാം ക്ലിയർ ആകുമ്പോൾ ചെക്കാക്കാം. നമുക്ക് ഓൾറെഡി മറ്റേ മൊഡ്യൂളിനകത്ത് ഞാൻ ഓൾറെഡി വേറെ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഏത് കോഡുകളെല്ലാം ആക്റ്റീവായിട്ടുള്ളതാണെന്നുള്ള ചെക്കാക്കാം നമുക്ക്. അതിനുശേഷം ഞാൻ ഇഗ്നീഷൻ ഓൺ ചെയ്ത് U0146 എന്ന് പറയുന്ന കോഡ് നമുക്ക് പല സാഹചര്യത്തിൽ വരാം. വയറിംഗ് ലൂസ് കോൺടാക്റ്റ് അതിൽ എർത്തിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. അതുതന്നെ ബാറ്ററി ടെർമിനലിൽ റസ്റ്റ് പിടിച്ചാൽ അങ്ങനെ പല സാഹചര്യത്തിൽ നമുക്ക് U0146 എന്നുള്ള കോഡ് വരാം. നമ്മളതിന് ശേഷം നമ്മൾ കോഡ് റീഡ് ചെയ്ത് നോക്കുമ്പം നോക്കണം മറ്റുള്ള കോഡുകളിലെ 2 പോയിട്ടുണ്ട്. ഇപ്പോൾ കോമൺ റെയിൽ പ്രഷറിൻ്റെ കോഡ് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അത് റെയിൽ പ്രഷറിൻ്റെ സെൻസർ മാറുമ്പോൾ അത് മാറും. റീഡ് ഹോൾഡ് കൊണ്ടുണ്ട്. റെയിൽ പ്രഷറിൻ്റെ കോഡ് മാത്രമേ ഉള്ളൂ. P0193 കോഡ് മാത്രമേ ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ളൂ. മറ്റുള്ള കോഡുകളൊക്കെ പോയി. ഈ മൊഡ്യൂൾ ഷോർട്ട് സർക്യൂട്ട് ആയതിൻ്റെ പേരിലാണ് ഈ കോഡുകൾ 2 കാണിച്ചത്. നമ്മളിപ്പോൾ എന്തായാലും അത് കൺഫേം ആയതിൻ്റെ പേരിൽ നമ്മൾ എന്തായാലും ABS മൊഡ്യൂൾ അയച്ചിട്ട് അതിൻ്റെ പുതിയത് ഓർഡർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. അത് പുതിയ ABSൻ്റെ മൊഡ്യൂളാണ്. പുതിയ മൊഡ്യൂൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.